14.71% നേടിയ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും കുറയാനാണോ സാധ്യത? ഇതാണൊരാശങ്ക. BJPക്കാരുടെ നെഞ്ചിടിക്കുന്നത് ഈ ഒരു കണക്കിലാണ്. എവിടെ പോയി നമ്മുടെ വോട്ടുകൾ എന്ന് ചോദിച്ചാൽ ഗ്രാമമേഖലകൾ വളരെ വലിയ പരാജയം, അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ജയിച്ചത്. 53 സീറ്റുള്ളത് 25 ഉള്ളൂ, കേവല ഭൂരിപക്ഷമില്ല. കയ്യിലുണ്ടായിരുന്ന പന്തളം പോയി, പകരം തിരുവനന്തപുരത്ത്, എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി കിട്ടി. അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാർഡുകളുടെ എണ്ണം നിങ്ങൾ മൊത്തത്തിൽ 320 വാർഡിൻ്റെ വർധനവേ ഉള്ളതേ. ഗ്രാമപഞ്ചായത്തിൽ 19 26ആയി. നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി മുമ്പും 2 ഇപ്പോഴും 2, പക്ഷേ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 മുനിസിപ്പാലിറ്റിയിലും ആക്ച്വലി കൃത്യമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് BJP എന്ത് പാഠമാണ് പഠിക്കുക? സംസ്ഥാന വ്യാപകമായ ഒരു പാർട്ടിയായി വളരാൻ BJP ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കരുതിയ സ്ഥലങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളായ 3 ജില്ലകളായിരുന്നു. ആ ജില്ലകൾ നിങ്ങൾക്ക് നിലം തൊടാനായില്ല എന്നുള്ളതാണ്. കയ്യിലിരിപ്പാണ് കേട്ടോ. അത് കേരളത്തിലെ BJP എന്താണെന്ന് നോർത്ത് ഇന്ത്യയിലെ BJPക്കാർക്ക് മനസ്സിലാവാത്തതാണോ എന്തോ. കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ഒരു 2-3 മാസം കൃത്യമായി ദേശീയ നേതൃത്വത്തിലുള്ള പല സംസ്ഥാനങ്ങളിലെ BJPക്കാരും സംഘപരിവാരവും പണി കൊടുത്തതുകൊണ്ട് കൃത്യമായി ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായി. ആ ഒരു സാധ്യത അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മേഖലയിൽ 2 ജനറൽ സെക്രട്ടറിമാർ ക്രിസ്ത്യാനികളാണ് BJPയിൽ. ചരിത്രത്തിലില്ലാത്തതാണ്. അതൊക്കെ വെച്ച് പടക്കിറങ്ങിയതാണ്. പക്ഷേ നിലം തൊടാൻ പറ്റിയില്ല. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പിന്നെ എറണാകുളം സ്ഥലങ്ങളിലെല്ലാം, ഇവിടെ എല്ലായിടത്തും പാളി.